ഫോർത്ത് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2024 കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഫോളോയിങ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഓഫ് ദി റെക്കോർഡ്സ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് ഇഷ്യൂസ് ഓഫ് എ കെമിക്കൽ ഡ്യൂറിംഗ് എ മന്ത് ഓഫ് മാർച്ച് 2022 March 1st opening balance 300 units at rupees 20 per unit. 2022 March 3 issued 150 units. 2022 March 4 issued 100 units. 2022 March 10 received from supplier 200 units at rupees 19 per unit. 2022 March 16 issued 65 units. Then next March 20 received from supplier 240 units at rupees 22 per unit. Then 24 returned to supplier 20 units out of purchase of 20th March. And March 25 purchased 100 units at rupees 24 per unit. March 26 issued 180 units. March 28 received back from manufacturing department to stores department 15 units. Stock verification on 18th March revealed a shortage of 10 units and 31st March showed an excess quantity of 5 units. Prepare stores ledger under FIFO method. ഇവിടെ FIFO method പ്രകാരം സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ FIFO മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ഒരു മെത്തേഡ് പ്രകാരമാണ് നമ്മളിവിടെ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് FIFO എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഫോർമാറ്റ് വരക്കുക. ഒന്നാമത്തെ ഡെബിറ്റ്, രണ്ടാമത്തെ റിസീപ്റ്റ്, ഇഷ്യൂ, ബാലൻസ്. ഈ റിസീപ്റ്റിൽ യൂണിറ്റ്സ് എന്നുള്ള കോളവും റേറ്റ് എന്നുള്ള കോളവും വാല്യൂ എന്ന് പറയുന്ന കോളം കൂടെ കൊടുക്കും. ഇഷ്യൂസ് എന്ന് പറയുന്ന കോളത്തിലും ബാലൻസ് എന്ന് പറയുന്ന കോളത്തിലും ഇതേപോലെ തന്നെ കാണിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ വരുന്നത് എന്താണ്? ഫസ്റ്റ് വൺ പറയുന്നത് മാർച്ച് 1st ആണ് ഡേറ്റ് വരുന്നത്. മാർച്ച് 1ന് ഓപ്പണിംഗ് ബാലൻസ് 300 യൂണിറ്റ്സ് അറ്റ് rupees 20 per യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് കാണിക്കേണ്ടത് എവിടെയാണ്? ബാലൻസ് എന്ന് പറയുന്ന കോളത്തിൽ മാർച്ച് 1ന് മാർച്ച് 1 ബാലൻസ് എന്ന് പറയുന്ന കോളത്തിൽ 300 യൂണിറ്റ്സിലും 20 ആണ് റേറ്റ് വരുന്നത്. ഇപ്പൊ 300 × 20 6000 എന്ന് കിട്ടും. അപ്പൊ ഒന്നാമത്തെ ഓപ്പണിംഗ് ബാലൻസിന് ഇതേപോലെയാണ് ബാലൻസിന്റെ കോളത്തിലാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ പറയുന്നത് എന്താണ്? സെക്കൻഡ് വൺ പറയുന്നത് മാർച്ച് 3 ആണ് ഡേറ്റ് വരുന്നത്. ഇഷ്യൂഡ് 150 യൂണിറ്റ്സ്, 150 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇഷ്യൂയുടെ കോളത്തിൽ കാണിക്കും 150 യൂണിറ്റ്സ്. മാർച്ച് 3 ആണ് ഡേറ്റ് വരുന്നത്. അപ്പൊ മാർച്ച് 3 എന്ന് കൊടുക്കുന്നു. ദെൻ ഇഷ്യൂസ് എന്ന് പറയുന്ന കോളത്തിൽ യൂണിറ്റ്സിൽ 150, റേറ്റ് എത്രയാണ്? 20 ആണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ബാലൻസ് എന്താണോ ഉള്ളത് ഇതാണ് നോക്കുക. ഇതിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ 300ൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 150 അതിന്റെ റേറ്റ് 20. ഇപ്പൊ 3000 150 × 20 കണ്ടു കഴിഞ്ഞാൽ 3000 കിട്ടും. അപ്പൊ ഇവിടെ ബാലൻസ് എത്ര ഉണ്ടാവും? 300ൽ നിന്ന് 150 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് 150 വരും. അതിന്റെ റേറ്റ് 20, 3000 എമൗണ്ട് വരും. ഓക്കെ, ഇതാണ് മാർച്ച് 3യുടേത് കാണിക്കേണ്ടത്. ഇത്തരത്തിലാണ്. ഇനി നെക്സ്റ്റ് മാർച്ച് 4 വരുന്നതാണ് ഇഷ്യൂഡ് 100 യൂണിറ്റ്സ്. മാർച്ച് 4ന് 100 യൂണിറ്റ്സ് വീണ്ടും ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പൊ ഇഷ്യൂയുടെ കോളത്തിൽ തന്നെ നമ്മൾ കാണിക്കും മാർച്ച് 4 ഇഷ്യൂന്റെ കോളത്തിൽ 100 യൂണിറ്റ്സ്. റേറ്റ് ചെയ്ത് തന്നെ ഇവിടെയുള്ള ബാലൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെയുള്ള ബാലൻസ് ഇതാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 150ൽ നിന്നും 100 യൂണിറ്റ്സ്, അതിന്റെ റേറ്റ് 20 ആണ്. 100 × 20 കണ്ടു കഴിഞ്ഞാൽ 2000 കിട്ടും. ഇനി ഇവിടെ ബാലൻസ്, അതായത് 150ൽ നിന്നും 100 പോയി കഴിഞ്ഞാൽ ബാലൻസിന് എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. അതിന്റെ റേറ്റ് 20 വരും. 10,000 എമൗണ്ട് വരും. അപ്പൊ മാർച്ച് 4ൻ്റെത് ഇതേപോലെയാണ് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡേറ്റ് നോക്കുക. അടുത്ത ഡേറ്റ് വരുന്ന മാർച്ച് 10 ആണ്. മാർച്ച് 10 റിസീവ്ഡ് ഫ്രം സപ്ലയർ 200 യൂണിറ്റ്സ് അറ്റ് rupees 90 per യൂണിറ്റ് ആണ്. റിസീപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ റിസീപ്റ്റ് കോളത്തിലാണ് നമ്മൾ കാണിക്കേണ്ടത്. റിസീപ്റ്റ് കോളത്തിൽ മാർച്ച് 10 എന്ന് കാണിക്കുന്നു. യൂണിറ്റ്സിൽ 200 യൂണിറ്റ്സ് ആണ്. റേറ്റ് 19 ആണ്. വാല്യൂ എത്ര വരും? 200 × 19 3800 എന്ന് വരും. ഇനി ഇവിടെ ബാലൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന 50 അതേപോലെ 20,000 അതിനെ നമ്മൾ ആദ്യം കാണിച്ചു. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ കാണിക്കുമ്പോൾ നെക്സ്റ്റ് 200 ഇതും അതേപോലെ അതിന്റെ റേറ്റ് 19ഉം
പിന്നെ അതിന്റെ എമൗണ്ട് 3800 ഇതേ രൂപത്തിൽ കാണിക്കണം. ഓക്കെ. ഇനി അടുത്ത ഡേറ്റ് വരുന്ന എപ്പോഴാണ്? മാർച്ച് 16 ആണ്. ഇഷ്യൂഡ് 65 യൂണിറ്റ്സ്. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇഷ്യൂ ആണ് വരുന്നത്. ഇവിടെ ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് ഉള്ളത് നമ്മൾ ഇഷ്യൂ ചെയ്യണം, എന്നിട്ട് നെക്സ്റ്റ് വരുന്ന ആ രൂപത്തിലാണ്. അപ്പൊ മാർച്ച് 16 ഡേറ്റ് കൊടുക്കുന്നു. ആദ്യം 50 യൂണിറ്റ്സ് നമ്മൾ ഇവിടെ വരുന്ന ഈ 50 യൂണിറ്റ്സ് 20,000 എന്നുള്ളത് എടുക്കുന്നു. ഓക്കെ, നമ്മൾ മൊത്തം ഇഷ്യൂ ചെയ്യുന്ന എത്രയാണ്? 65 ആണ്. അപ്പൊ ഈ 50 എന്ന് പറയുന്നത് ഇതെന്തായി? ഇതിനി ഇല്ല, അടുത്തതിൽ വരുമ്പോൾ ബാലൻസിൽ വരുമ്പോൾ ഇതിനി വരുന്നില്ല, അതിന് നമ്മൾ ഇഷ്യൂ ചെയ്തു. ഇനി ഈ 200ൽ നിന്നും 15 എടുക്കുന്നു. ഓക്കെ, അതിന്റെ റേറ്റ് 19 ആണ്, എമൗണ്ട് 285 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ബാലൻസ് എങ്ങനെയായിട്ട് മാറും? 200ൽ നിന്നും എത്ര കുറക്കണം? 15നെ കുറക്കണം. 200ൽ നിന്നും 15 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 185. അപ്പൊ യൂണിറ്റിൽ 185 എന്ന് കിട്ടും. അതിന്റെ റേറ്റ് 19 ആണ്. 185 ഇൻറ്റു 19 കണ്ടു കഴിഞ്ഞാൽ 3515 എന്ന് കിട്ടും. ഇതാണ് മാർച്ച് 16 നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഡേറ്റ് വരേണ്ടത് 20 ആണ്, മാർച്ച് 20 ആണ്. പക്ഷെങ്കിൽ ആ മാർച്ച് 20യുടെ മുമ്പ് നിങ്ങൾ നോക്കുക, 18th 18ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷോർട്ടേജ് കാണിക്കുന്നുണ്ട്, 10 യൂണിറ്റ്സിന്റെ ഷോർട്ടേജ്. ഈ ഷോർട്ടേജിനെ നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? ഷോർട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കേണ്ടത് ഇഷ്യൂ എന്ന് പറയുന്ന കോളത്തിലാണ്. ഓക്കെ, ഷോർട്ടേജ് കാണിക്കേണ്ടത് മാർച്ച് 18 നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? ഇഷ്യൂ എന്ന് പറയുന്ന കോളത്തിലാണ് ഷോർട്ടേജിനെ കാണിക്കേണ്ടത്. അതായത് 10 യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസ് എത്രയായിരുന്നു? 185 19 ഇതാണ് വരുന്നത്. അപ്പൊ അതിൽ നിന്ന് 10 യൂണിറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ 175 എന്നായിട്ട് മാറും ബാലൻസിന്. അതിന്റെ റേറ്റ് 19 എമൗണ്ട് കാണിക്കുന്നു. ഇപ്പൊ ഇവിടെ ബാലൻസിൽ 175 19 അതിന്റെ എമൗണ്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വരുന്നത് മാർച്ച് 20 ആണ്. മാർച്ച് 20ൽ റിസീവ്ഡ് ഫ്രം സപ്ലയർ 240 യൂണിറ്റ്സ് അറ്റ് ₹22 per യൂണിറ്റ് ആണ്. അപ്പൊ നമ്മളത് മാർച്ച് 20 എന്നതിൽ 240 യൂണിറ്റ്സ് കാണിക്കുന്നു. അതിന്റെ എമൗണ്ട് വരുന്നത് എത്രയാണ്? റേറ്റ് വരുന്നത് 22 ആണ്, അതിന്റെ എമൗണ്ട് കാണിക്കുന്നു. ഇപ്പൊ ബാലൻസിൽ നേരത്തെ ഉണ്ടായിരുന്ന 175 കാണിക്കുന്നു. അതുകൂടാതെ ഇപ്പൊ വന്നിട്ടുള്ള 240 അതുകൂടെ കാണിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് 24 ആണ്. 24ന് റിട്ടേൺ ടു സപ്ലയർ 20 യൂണിറ്റ്സ് ഔട്ട് ഓഫ് പർച്ചേസ് 20th മാർച്ച് ആണ്. 20ന് വാങ്ങിച്ചതിൽ നിന്നും എത്ര റിട്ടേൺ ചെയ്യുന്നു? 20 റിട്ടേൺ ചെയ്യുന്നു. 20 യൂണിറ്റ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡേറ്റ് 24 കൊടുക്കുന്നു. 24ന് എന്ത് ചെയ്യുന്നു? 20 യൂണിറ്റ് റിട്ടേൺ ചെയ്യുന്നത് ഇഷ്യൂ എന്ന് പറയുന്ന കോളത്തിലാണ് കാണിക്കുക. അതിന്റെ റേറ്റ് 22 ആണ് വരിക. അതെങ്ങനെയാണ് വരുന്നത്? 20ാം തീയതി നമ്മൾ വാങ്ങിച്ചതിന്റെ റേറ്റ് എത്രയായിരുന്നു? 22 ആയിരുന്നു. ഓക്കെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് കാണിക്കുന്നു. പിന്നെ 175 19 അത് അങ്ങനെ തന്നെ കൊടുക്കുന്നു. 240 എന്നുള്ളത് 220 ആയിട്ട് മാറും. അതിൽ നിന്നാണ് 20 യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇഷ്യൂ ചെയ്യുന്നതല്ല, റിട്ടേൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത മാർച്ച് 25 ആണ് വരുന്നത്. പർച്ചേസ്ഡ് 100 യൂണിറ്റ്സ് അറ്റ് ₹24 യൂണിറ്റ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് റിസീപ്റ്റ് കോളത്തിലാണ് നമ്മൾ കാണിക്കുക. പർച്ചേസ് എന്നുള്ള റിസീപ്റ്റ് കോളത്തിൽ മാർച്ച് 25ന് 100 യൂണിറ്റ്സ് 2400 വരും. അപ്പൊ ബാലൻസിൽ 175 ആദ്യത്തത്, രണ്ടാമത്തെ 220, ഇപ്പൊ വന്നിട്ടുള്ള 100 അടുത്ത വരും. ഓക്കെ, ഇനി അടുത്ത വരുന്നത് 26 ആണ്. ഇഷ്യൂഡ് 180 യൂണിറ്റ്സ്. 180 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് വരുന്നതിന് ഇഷ്യൂ ചെയ്യണം. അപ്പൊ ഇവിടെ മാർച്ച് 26ന് ആദ്യം വരുന്ന ഏതാണ്? 175നെ ഇഷ്യൂ ചെയ്തു. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് 180 യൂണിറ്റ്സ് അല്ല. അപ്പൊ 5നെ 220ൽ നിന്ന് എടുക്കുന്നു. അപ്പൊ 5 എടുക്കുന്നു, അതിന്റെ റേറ്റ് 22 ആണ്. അപ്പൊ ഇവിടെ ബാലൻസ് ഈ ആദ്യം വരുന്ന 175 എന്നുള്ളത് അടുത്ത എന്തായി പോകും? ഇഷ്യൂ ചെയ്തു പോകും. ഇനി അടുത്ത വരുന്ന 220ൽ നിന്നും 5 കുറക്കണം. അപ്പൊ 215 ആകും. ഓക്കെ, അതിന്റെ റേറ്റ് കൊടുക്കുന്നു. പിന്നെ ഈ ബാലൻസ് 124 ആ ബാലൻസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി അടുത്ത മാർച്ച് 28 ആണ്. റിസീവ്ഡ് ബാക്ക് ഫ്രം മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ടു സ്റ്റോർസ് 15 യൂണിറ്റ്സ് ആണ്. ഓക്കെ, മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിസീവ് ചെയ്യുന്നു ടു സ്റ്റോർസ് 15 യൂണിറ്റ്സ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഏതിന് ഏതിന് ഇഷ്യൂ ചെയ്തതാണെന്നും പറയുന്നില്ല. ഇപ്പൊ മാനുഫാക്ചറിംഗ് ഇതിൽ നിന്നും നമുക്ക് റിട്ടേൺ ചെയ്യുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ മാർച്ച് 28 നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവസാനം നമ്മൾ ഇഷ്യൂ ചെയ്തതിന് കിട്ടുന്നുള്ള രൂപത്തിലാണ് വരേണ്ടത്. അവസാനം ഇഷ്യൂ ചെയ്തത്. അപ്പൊ അവസാനം ഇഷ്യൂ ചെയ്ത 5 ആണ്. 5 22 അത് ഫുള്ള് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ കാണിക്കുന്നു. പക്ഷെ തൊട്ട് മുമ്പ് മേലെ ഉള്ളതാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. അപ്പൊ 175ൽ നിന്നും 10 എന്ത് ചെയ്യും?
റിസീവ് ചെയ്യും, അതിന്റെ റേറ്റും കൊടുക്കുന്നു. പിന്നെ 15 യൂണിറ്റ് ആണ് മൊത്തം റിസീവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബാലൻസ് കാണിക്കുമ്പോൾ ആദ്യത്തെ 215 വരും, പിന്നെ വരുന്ന 100 അങ്ങനെ തന്നെ വരും, പിന്നെ നമ്മളിപ്പോ റിസീവ് ചെയ്ത 10 അതേപോലെ 5 അതങ്ങനെ തന്നെ കാണിക്കും. ഓക്കെ, ഇനി അടുത്ത ഇവിടെ മാർച്ച് 31 ഒരു ഷോ എന്ത് ചെയ്യുന്നുണ്ട്, എക്സസ് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മാർച്ച് 31 എന്ന് കൊടുത്തുകൊണ്ട് ഈ മാർച്ച് 31 നമ്മൾ കാണിക്കുക, ഈ എക്സസിനെ കാണിക്കുക കൂടുതൽ റിസീപ്റ്റ് കോളത്തിലാണ് 5 എന്നുള്ളത്. ഷോർട്ടേജിനെ നമ്മൾ ഇഷ്യൂ കോളത്തിൽ കാണിക്കും, എക്സസിനെ ഇവിടെ കാണിക്കും, ഇവിടെ റിസീപ്റ്റ് കോളത്തിൽ കാണിക്കും. അതായത് 5 അതിന്റെ റേറ്റ് ഏതാണ് വരുന്നത്, നമ്മൾ അവസാനം ഇഷ്യൂ ചെയ്ത ആ സാധനം കൊടുത്തു കഴിഞ്ഞാൽ മതി. ഓക്കെ, 22,110 എന്ന് വരും. ഇപ്പൊ ബാലൻസിൽ എങ്ങനെ വരും, 215 അതേപോലെ 100 10 5 5. ഓക്കെ, അപ്പൊ ഇത്രയും എന്ത് വരും, ഇവിടെ ബാലൻസിന്റെ കോളത്തിൽ വരും. ഇതേ രൂപത്തിലാണ് ഈ ഒരു ഫിഫോ മെത്തേഡ് പ്രകാരം നമ്മൾ സ്റ്റോർസ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.